നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് പൂരവിളംബരം. നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നതോടുകൂടിയാണ് പൂരങ്ങളുടെ പൂരത്തിന് തുടക്കമായത്. മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടരഹിതമായിട്ടാണ് ഇത്തവണത്തെ തൃശൂർ പൂരാഘോഷം. പുതുട്ടാപ്പിൽ വെള്ളം ശേഖരിക്കാൻ പോയ സ്ത്രീക്ക് പാമ്പ് കടിയേറ്റു. ചാവക്കാട് കടപ്പുറം മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപം പൊളാട്ട് ശിവരാജൻ ഭാര്യ ബിന്ദുവിനാണ് പാമ്പിന്റെ കടിയേറ്റത്. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ 4 വയസ്സുകാരനെ പാമ്പ് കടിയേറ്റു. രണ്ടുപേരും കുന്നംകുളത്തെ മലങ്കര ആശുപത്രിയിൽ ചികിത്സയിൽ. ജനവാസ മേഖലയിൽ പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിൽ ആശങ്ക. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശിക്കും കപ്പൂർ സ്വദേശിക്കും സൂര്യതാപമേറ്റു. കൊടും ചൂടിൽ ജാഗ്രത വേണമെന്ന് വിദഗ്ധർ. അതേസമയം കടുത്ത ചൂടിനെ തുടർന്നുള്ള മുഖ്യമന്ത്രിയുടെ സെൽഫ് ലോക്ക്ഡൌൺ നിർദ്ദേശത്തിന് പുല്ലുവില. പലയിടത്തും ശക്തമായ വെയിലുള്ളപ്പോഴും തൊഴിലാളികൾ നിർബന്ധിത സേവനങ്ങളിൽ നിന്ന് മുക്തരാകാത്ത സ്ഥിതി. പാവറട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ശതോത്തര സുവർണ ജൂബിലി തിരുനാൾ ആഘോഷത്തിന് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ തുടക്കം. തിരുനാളിന് തുടക്കം കുറിച്ച് തീർത്ഥകേന്ദ്രത്തിൽ ലക്ഷക്കണക്കിന് LED പിക്സൽ ലൈറ്റുകളാൽ വർണ്ണക്കാഴ്ചയൊരുക്കി. ഗുരുവായൂരിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന നിലയിൽ ഒരു വിഭാഗം ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണത്തിനെതിരെ പ്രതിഷേധം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. തൃശൂരിൽ പാൽവണ്ടിയിൽ കടത്തുകയായിരുന്ന 2.5 കോടി രൂപയുടെ ഹാഷിഷ് ഓയിലുമായി കോട്ടോൾ സ്വദേശിയായ യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കോട്ടോൾ പൊന്നേനംകോട് വീട്ടിൽ ഹബീബ് എന്ന ആൾ. പൂത്തിരി എന്ന പ്രത്യേക കോഡിലാണ് ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തി വന്നിരുന്നത്. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് പൂരവിളംബരം. നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നതോടുകൂടിയാണ് പൂരത്തിന് തുടക്കമായത്. രാവിലെ പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം കാവിൽ നിന്ന് എറണാകുളം ശിവകുമാർ തിടമ്പേറ്റി തൃശൂർ നഗരത്തിലേക്ക് എത്തി. തുടർന്ന് പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷമാണ് തെക്കേ ഗോപുരനട തുറന്നത്. മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടരഹിതമാണ് ഇത്തവണത്തെ തൃശൂർ പൂരം. വെടിക്കെട്ട് ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായി പൂരം പരിമിതപ്പെടുത്തി. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ആഘോഷപൂർവമായ കുടമാറ്റം 15 മിനിറ്റ് മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട്. ഇരു ദേവസ്വങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചർച്ചയിലെ തീരുമാനം. പുതുട്ടാപ്പിൽ വെള്ളം ശേഖരിക്കാൻ പോയ സ്ത്രീക്ക് പാമ്പ് കടിയേറ്റു. ചാവക്കാട് കടപ്പുറം മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപം ഒളാട്ട് ശിവരാജൻ ഭാര്യ ബിന്ദുവിനാണ് പാമ്പിന്റെ കടിയേറ്റത്. വീടിന് മുൻവശത്തെ പുതുട്ടാപ്പിൽ നിന്ന് കുടിവെള്ളം ശേഖരിക്കാൻ പോയതായിരുന്നു ബിന്ദു. ഇതിനിടയിലാണ് പാമ്പ് കടിച്ചത്. ഉടൻ തന്നെ കുന്നംകുളത്തെ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ 4 വയസ്സുകാരനെ പാമ്പ് കടിയേറ്റു. കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിൽ താമസിക്കുന്ന ദേവതിയാൽ പറമ്പിൽ സജിനിന്റെ മകൻ 4 വയസ്സുകാരൻ അർഹനാണ് പാമ്പ് കടിയേറ്റത്. വീടിനകത്ത് വെച്ചാണ് സംഭവം. ഉടൻ തന്നെ കുട്ടിയെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് കാച്ചർ രാജൻ പെരുമ്പിലാവ് സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിൽ വീട്ടിലെ മുറിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തി. കുട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. തീരമേഖലയിൽ മുൻപില്ലാത്ത രീതിയിൽ പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിൽ ആശങ്ക. നിലവിലെ സാഹചര്യത്തിൽ അമിതമായി പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ജാഗ്രത കൈവിടരുതെന്നും സ്നേക്ക് കാച്ചറും പുന്നൂർ പഞ്ചായത്ത് അംഗവുമായ വീരൻകുട്ടി പള്ളിപ്പറമ്പിൽ പറഞ്ഞു. 2018 പ്രളയശേഷമാണ് മേഖലയിൽ വലിയ രീതിയിൽ പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിച്ചത്. ദിവസേന ശരാശരി 3 പേർ വരെ പാമ്പിനെ പിടിക്കണമെന്നാവശ്യപ്പെട്ട് തന്നെ വിളിക്കാറുണ്ടെന്ന് വീരാൻകുട്ടി പറഞ്ഞു. പ്രധാനമായും അണലി, മൂർഖൻ, മലമ്പാമ്പ് എന്നിവയാണ് മേഖലയിൽ കണ്ടുവരുന്നത്. മറ്റു പാമ്പുകളുടെ സാന്നിധ്യം കുറവാണ്. ചൂട് കൂടിയതോടെയാണ് ഇപ്പോൾ ഇവയുടെ വ്യാപനമുണ്ടായത്.
ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ പാമ്പിനെ കണ്ടിട്ടില്ല വിളിയാണ്, പക്ഷേ അത് എവിടെ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ കിട്ടലില്ല. എന്നാലും 90% നമുക്ക് പാമ്പിനെ കിട്ടലുണ്ട്. അതിൽ കിട്ടിയിട്ടുള്ളത് കൂടുതലും അണലിയാണ്. ഭയങ്കര വിഷമുള്ള പാമ്പാണ്. പാമ്പുകൾക്ക് ഏറ്റവും വിഷം കൂടുതലുള്ള അണലിയാണ്. അണലിനെയാണ് കൂടുതൽ ഞാൻ പിടിച്ചിട്ടുള്ളത്. അതുപോലെ മൂർക്കൻ, മലമ്പാമ്പ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മലമ്പാമ്പ് ഇവിടെ കാണാൻ പറ്റിയിരുന്നത് നമ്മളെ കാഴ്ച ബംഗ്ലാവിൽ പോയിട്ടാണ്. അല്ലാതെ കണ്ടിട്ട് മലമ്പാമ്പിനെ കാണാൻ പറ്റിയിരുന്നില്ല. ഇന്ന് സുലഭമായിട്ട് എല്ലാ പറമ്പിലും എല്ലാ സ്ഥലത്തും മലമ്പാമ്പ് ഇഷ്ടം പോലെ ഉണ്ട്. പല വീടുകളിലും കോഴിക്കൂട്, കിളിക്കൂട് എന്നിവിടങ്ങളിലും ചെടികളുടെ ഇടയിലും വിറകുപുരയിലുമാണ് ഇവയെ കണ്ടെത്തുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങൾ വീടിനു സമീപം ഇടുന്നത് മൂലം അവ ഭക്ഷിക്കാൻ എലികൾ എത്തുന്നതും തൊട്ടു പിന്നാലെ എലിയെ പിടികൂടാൻ പാമ്പെത്തുന്നതും ജനജീവിതത്തിന് ഭീഷണിയായി മാറുകയാണ്. അതിനാൽ ഭക്ഷണാവശിഷ്ടങ്ങൾ കുഴിച്ചുമൂടിയിടുവാൻ ശ്രദ്ധിക്കണമെന്ന് വീരാൻകുട്ടി പറഞ്ഞു. മേഖലയിൽ നിരവധിയിടങ്ങളിൽ നിന്നും ഒട്ടേറെ പാമ്പുകളെ പിടികൂടി വനംവകുപ്പ് അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. പ്രദേശത്ത് പാമ്പിനെ കണ്ടാൽ തന്നെ വിളിക്കാമെന്നും അവയെ പിടികൂടി വനംവകുപ്പിന് കൈമാറുമെന്നും പഞ്ചായത്ത് അംഗം കൂടിയായ സ്നേക് ക്യാച്ചർ കൂട്ടിച്ചേർത്തു. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സമയത്തും എപ്പോഴും എന്നെ ബന്ധപ്പെടാം. എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് ആർക്കും വിളിക്കാം. പക്ഷേ വിളിക്കുന്നതിന് മുമ്പ് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒന്ന് വാട്സപ്പിൽ വിട്ടു തരിക. കാരണം അത് ഏതാണ് പാമ്പ് എന്നൊന്ന് അറിഞ്ഞിരിക്കാനാണ്. കാരണം പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കാതിരിക്കുക. ഇവിടെ സ്ഥലത്തുണ്ടെങ്കിൽ നമ്മൾ ഉടനടി എത്തുന്നതാണ്. എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്നതാണ്. പാവറട്ടി വിശുദ്ധ യവസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ശതോത്തര സുവർണ ജൂബിലി തിരുനാൾ ആഘോഷത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ തുടക്കമായി. തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച നടന്ന തിരുക്കർമ്മങ്ങൾ വിശ്വാസികളുടെ വൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. രാവിലെ 10 മണിക്ക് നടന്ന ദിവ്യബലിക്ക് ഫാദർ വിപിൻ വേരൻ പിലാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ആൻഡോ തരകൻ, ഡീക്കൻ ജെയ്മോൻ അറക്കൽ എന്നിവർ സഹകാർമ്മികരായി. കുർബാനയെ തുടർന്ന് നേർച്ച ഭക്ഷണത്തിന്റെ ആശീർവാദ കർമ്മവും നടന്നു. തീർത്ഥകേന്ദ്രം ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ആശീർവാദ കർമ്മം നിർവഹിച്ചു. സഹവികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഫാദർ അമൽ ചാഴൂർ എന്നിവരും കൈക്കാരന്മാരായ ഊട്ടി ജോസഫ് ലിയോ, കെ എ ജോസൻ, ജെയ്സൺ വടക്കൂട്ട്, കെ ജെ ബാബു, നേർച്ച ഭക്ഷണ കമ്മിറ്റികളുടെ കൺവീനർമാരായ ജോസഫ് ഡി കൊള്ളന്നൂർ, ടി എൽ ജെയിംസ്, വി ആർ ബാബു, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ജൂബിലി വർഷത്തിലെ തിരുനാളായതിനാൽ വരും ദിവസങ്ങളിലും വിപുലമായ പരിപാടികളാണ് തിരുനാളിന്റെ ഭാഗമായി തീർത്ഥകേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ ദീപക്കാഴ്ച തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് LED പിക്സൽ ലൈറ്റുകളാൽ വർണ്ണക്കാഴ്ചയൊരുക്കി തീർത്ഥകേന്ദ്രം. വിശ്വാസസാഗരമായ പാവറട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. ലക്ഷക്കണക്കിന് LED പിക്സൽ ലൈറ്റുകൾ കൊണ്ട് പള്ളിയും പരിസരവും അലങ്കരിച്ച ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടന്നു. പാവറട്ടി സെന്റ് തോമസ് ആശ്രമം പ്രിയോർ ഫാദർ ജോസഫ് ആലപ്പാട്ട് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായ ഈ ജൂബിലി വർഷത്തിൽ തിരുനാൾ ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ ദീപാലങ്കാരം. തിരുകർമ്മങ്ങൾക്ക് ശേഷം സ്വിച്ച് ഓൺ ചെയ്തതോടെ ആയിരക്കണക്കിന് തീർത്ഥാടകരെ സാക്ഷിയാക്കി പള്ളി അങ്കണത്തിൽ പിക്സൽ ലൈറ്റുകളുടെ ഒരു മായിക പ്രപഞ്ചം തെളിയുകയായിരുന്നു. CJ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആണ് ഈ അത്യാധുനിക ദീപാലങ്കാരം ഒരുക്കിയതിനു പിന്നിൽ പ്രവർത്തിച്ചത്. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, സഹവികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ, കൈക്കാരന്മാരായ OT ലിയോ ജോസഫ്, കെ എ ജോസൻ, ജെയ്സൺ വടുക്കൂട്ട്, KJ ബാബു എന്നിവരും ഇലുമിനേഷൻ കമ്മിറ്റി കൺവീനർ CJ വിൽസൺ, മറ്റു കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ പാവറട്ടിയിലേക്ക് ഒഴുകിയെത്തുന്ന വിശ്വാസികൾക്ക് ഈ ദീപാലങ്കാരം നയനാനന്ദകരമായ ഒരു അനുഭവമായിരിക്കും സമ്മാനിക്കുക. ചാലശ്ശേരി പെരുമണ്ണൂർ സ്വദേശിക്ക് സൂര്യതാപമേറ്റു. കൂളത്ത് 62 വയസ്സുള്ള വാസുവിനാണ് സൂര്യാഘാതമേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നതിനിടയിലാണ് നിർമ്മാണ തൊഴിലാളിയായ വാസുവിന് പൊള്ളലേറ്റത്. പാലക്കാട് ജില്ലയിൽ വെള്ളിയാഴ്ച ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രദേശത്ത് ശക്തമായ ചൂട് തുടരുന്നതിനാൽ പൊതുജനങ്ങൾ അനാവശ്യമായി പുറത്തു പോകുന്നത് ഒഴിവാക്കുകയും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ യുവാവിന് സൂര്യതാപമേറ്റു. കപ്പൂർ പന്തയം കാട്ടിൽ 44 വയസ്സുള്ള സലാമിനാണ് ശനിയാഴ്ച പകൽ 12ഓടെ സൂര്യതാപമേറ്റതായി കണ്ടെത്തിയത്. വെള്ളിയാഴ്ച പെരുമ്പലാവിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് സംഭവം. ഇന്ന് 12ഓടെ കാലിൽ നീറ്റൽ അനുഭവപ്പെടുന്ന തുടർന്ന് നോക്കിയപ്പോഴാണ് കാലിലെ പല ഭാഗങ്ങളിലും പൊള്ളലേറ്റതുപോലെ തൊലിയിളകി മാറിയതായി കണ്ടെത്തിയത്. കാലിൽ നീറ്റലും പുകച്ചിലും ഉള്ളതായി യുവാവ് പറഞ്ഞു. സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി.
കനത്ത ചൂടിനെ തുടർന്നുള്ള മുഖ്യമന്ത്രിയുടെ സെൽഫ് ലോക്ക്ഡൌൺ നിർദ്ദേശത്തിന് പുല്ലുവില. പലയിടത്തും ശക്തമായ വെയിലുള്ളപ്പോഴും തൊഴിലാളികൾ നിർബന്ധിത സേവനങ്ങളിൽ നിന്ന് മുക്തരാകാത്ത സ്ഥിതിയാണ്. ഇത്തരത്തിൽ പെരുമ്പിലാവിൽ ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി നട്ടുച്ച നേരത്ത് തൊഴിലാളികൾ വഴിവിളക്കുകൾ സ്ഥാപിക്കൽ ജോലി തുടരുന്നതാണ് ഈ ദൃശ്യം. താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്ന പശ്ചാത്തലത്തിൽ തൃശൂർ ജില്ലയിൽ ഉൾപ്പെടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നട്ടുച്ച നേരത്തും റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള ജംഗ്ഷനിൽ വിളക്കുകാലുകളും അനുബന്ധ ലൈറ്റ് ഫിറ്റിംഗ്സുകളും തകൃതിയായി നടക്കുന്നു. അന്തരീക്ഷത്തിൽ ചൂട് വളരെ കൂടുതലായ സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്താൻ സർക്കാർ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെയാണ് കരാറുകാർ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. ചൂട് വർദ്ധിക്കുന്നതിനാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ജീവാപായത്തിനും വരെ കാരണമായേക്കാമെന്നിരിക്കെ ഇത്തരം ജോലികൾ നിർത്തിവെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പകൽ 11 മുതൽ 3 വരെ പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശത്തെ മറികടന്നാണ് ഇത്തരം പ്രവർത്തികൾ നടക്കുന്നത്. കോവിഡ് കാലത്തെ പോലെ ഇതൊരു സെൽഫ് ലോക്ക്ഡൌൺ സമയമായി കണ്ട് അനാവശ്യ യാത്രകളും പുറംപണികളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശമാണ് കരാർ കമ്പനിക്കാർ കാറ്റിൽ പറത്തുന്നത്. സൺഗ്ലാസ് പോലും ഇവർ ഉപയോഗിക്കാതെയാണ് ക്രെയിൻ ക്യാബിനിൽ 100 അടിയോളം ഉയരത്തിൽ ലൈറ്റ് ഫിറ്റിംഗ് ജോലികൾ നടത്തുന്നത്. തൃശൂർ ജില്ലയിൽ പൊതുപരിപാടികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പകൽ 11 മുതൽ 3 വരെ തുറസായ സ്ഥലങ്ങളിലെ പൊതുയോഗങ്ങൾ, കലാകായിക പരിപാടികൾ എന്നിവ പാടില്ല. ഉത്സവങ്ങളിലെ പകൽപൂരങ്ങൾ, ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് എന്നിവ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പകൽ സമയത്തെ പുറംപണികൾ ഒഴിവാക്കുന്നതിനായി തൊഴിൽ വകുപ്പ് ജോലി സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഇത് കർശനമായി പാലിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും പകൽ സമയത്തെ തൊഴിലുറപ്പ് ജോലികൾ പൂർണ്ണമായും നിർത്തിവെച്ചിട്ടില്ല. നിലവിൽ ജില്ലയിലെ പലയിടങ്ങളിലും സൂര്യാഘാതം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. പെരുമ്പിലാവിൽ സ്കൂട്ടറിന് പിറകിൽ കാറിടിച്ച അപകടം, യുവതിക്ക് പരിക്ക്. കൈപ്പറമ്പ് മനക്കിലാത്ത വീട്ടിൽ സുജിക്കാണ് പരിക്ക്. ഇവരെ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 11 മണിയോടെ അൻസാർ ആശുപത്രിക്ക് മുൻപിൽ തന്നെയായിരുന്നു അപകടം. സമീപത്തുള്ള വഴിയിലേക്ക് തിരിയുകയായിരുന്ന സ്കൂട്ടറിന് പിറകിൽ ചങ്ങരകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിടിക്കുകയായിരുന്നു. കൊടുംവേനലിൽ ചുട്ടുപൊള്ളി നഗരത്തിലെത്തുന്നവർക്ക് വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ് കുന്നംകുളം നഗരസഭയുടെ തണുത്ത സംഭാര വിതരണം. മാർച്ച് 15 മുതൽ ആരംഭിച്ച ഈ ദാഹശമനി വിതരണം അക്ഷരാർത്ഥത്തിൽ നഗരത്തിലെത്തിച്ചേരുന്നവർക്ക് സഹായകരമായി മാറിയിരിക്കുകയാണ്. നഗരസഭയുടെ കീഴിലുള്ള കുടുംബശ്രീ ക്യാന്റീനായ സുഭിക്ഷയിലെ അംഗങ്ങളാണ് രുചികരവും തണുത്തതുമായ സംഭാരം തയ്യാറാക്കുന്നത്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് നഗരത്തിൽ വിതരണം ചെയ്യുന്നത്. ബസ് യാത്രികരും പൊതുജനങ്ങളുമടക്കം പ്രതിദിനം 700-ലേറെ പേർക്കാണ് നഗരസഭ സൗജന്യമായി സംഭാരം നൽകുന്നത്. വേനൽ ചൂടിൽ വലയുന്ന യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഒരു കൈത്താങ്ങാകുകയാണ് കുന്നംകുളം നഗരസഭ. വേനൽ മഴ ആരംഭിക്കുന്നതുവരെ ഈ പദ്ധതി മുടങ്ങാതെ തുടരാനാണ് നഗരസഭയുടെ തീരുമാനം. സംഭാര വിതരണ സ്റ്റാളിൽ നഗരസഭ അധികൃതർ സന്ദർശനം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, വാർഡ് കൗൺസിലർമാരായ രമ്യ രാജൻ, ദിലീപ് പുളിക്കൽ എന്നിവരാണ് നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത്. വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ നഗരസഭ നടത്തുന്ന ഈ മാതൃകാപരമായ പ്രവർത്തനത്തിന് മികച്ച പ്രതികരണമാണ് പൊതുജനങ്ങളിൽ നിന്നു ലഭിക്കുന്നത്. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടുനിന്ന തിരുവുത്സവത്തിന് ആറാട്ടോടെ സമാപനമായി. കടവല്ലൂർ രാജുമാരാർ, കടവല്ലൂർ സഞ്ജയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം, നാഗസ്വരം, ആന എന്നിവയുടെ അകമ്പടിയോടെ രാത്രി 7 മണിക്ക് ക്ഷേത്രത്തിൽ നിന്ന് തിടമ്പ് എഴുന്നള്ളിച്ചു. 4 ദേശങ്ങളിലേക്ക് ഗ്രാമപ്രദക്ഷിണം നടത്തി. പടിഞ്ഞാറേ ദേശം, മന്നം നഗർ, ശാസ്താ നഗർ, കിഴക്കേ ദേശം എന്നിവിടങ്ങളിൽ ദേവനെ പറവെച്ച് സ്വീകരിച്ചു. രാത്രി 9-ന് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടത്തി. തന്ത്രി കൈനിക്കര വടക്കേടത്ത് ജയൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ഭഗവാനോടൊപ്പം ആറാട്ട് കുളിച്ചു. തുടർന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് ആനപ്പുറത്തേറി തിരിച്ചെഴുന്നള്ളിയ ഭഗവാനെ വഴിനീളെ നിറപറയുമായി സ്വീകരിച്ചു. പിന്നീട് ഉത്സവത്തിന് കൊടിയിറങ്ങി. ഉത്സവത്തിനെത്തിയ എല്ലാവർക്കും അത്താഴവും നൽകിയിരുന്നു. ഗുരുവായൂരിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന നിലയിൽ ഒരു വിഭാഗം ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണത്തിനെതിരെ പ്രതിഷേധം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അറിയിച്ചു.
കഴിഞ്ഞ ദിവസം ക്ഷേത്ര പരിസരത്ത് കണ്ടെത്തിയ മാനസിക വെല്ലുവിളി നേരിടുന്ന കാശ്മീരി സ്വദേശിയെ കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. കാശ്മീരിൽ നിന്ന് ഇദ്ദേഹത്തെ കാണാതായതിനെക്കുറിച്ചുള്ള പരാതിയിൽ കാശ്മീർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വിവരം പോലീസും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും സ്ഥിരീകരിച്ചതായി പോലീസ് അറിയിച്ചിരുന്നു. പാഞ്ചജന്യം റെസ്റ്റ് ഹൌസിൽ ഭീകരൻ താമസിച്ചിരുന്നു എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ്, ദേവസ്വം ചെയർമാൻ പറഞ്ഞു. വസ്തുത ഇതായിരിക്കെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂരിൽ ഭീകര സാന്നിധ്യമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് സത്യവിരുദ്ധമാണ്. മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള IB അടക്കമുള്ള ഏജൻസികളുടെ നിതാന്തമായ സാന്നിധ്യത്തെയും ശക്തമായ പ്രവർത്തനത്തെയും വില കുറച്ചു കാണാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സമൂഹത്തിൽ ആശങ്ക പരത്തി സ്പർദ്ധ സൃഷ്ടിക്കാനും പ്രദേശത്തെ സമാധാന ജീവിതം തകർക്കാനും ഗുരുവായൂരിൽ നിന്ന് ഭക്തരെ അകറ്റാനുമുള്ള ഗൂഢലക്ഷ്യമാണ് ഇത്തരം വാർത്തകൾ കെട്ടിച്ചമയ്ക്കുന്നതിന് പിന്നിലുള്ളത് എന്ന് AV ഗോപിനാഥ് പറഞ്ഞു. നിക്ഷിപ്ത രാഷ്ട്രീയ താൽപ്പര്യവും ഇതിന് പിന്നിലുണ്ട്. രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയ്ക്കും തുരങ്കം വയ്ക്കുന്ന ഭീകര സാന്നിധ്യത്തെക്കുറിച്ച് തെളിവ് ലഭിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകർ അക്കാര്യം അന്വേഷണ ഏജൻസികളെ അറിയിച്ച് നടപടിയെടുക്കുകയാണ് വേണ്ടത്. ഭീകര സാന്നിധ്യമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ആവശ്യപ്പെട്ടു. സത്യവിരുദ്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്കെതിരെയും ലേഖകർക്കെതിരെയും സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ ദേവസ്വം നിർബന്ധിതമായിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓൺലൈൻ ലോൺ മാഫിയകളുടെ ഭീഷണിയെയും ജാതി അധിക്ഷേപത്തെയും തുടർന്ന് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി മിഥുൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ജനകീയ ഐക്യവേദി തൃശൂർ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കുറ്റക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും വായ്പയെടുത്തവരുടെ കിടപ്പാടം ജപ്തി ചെയ്യാൻ അനുവദിക്കുന്ന സർഫാസി നിയമം പിൻവലിക്കണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കുന്നംകുളത്ത് നടന്ന കൺവെൻഷൻ നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ഷൈജു ആലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി. ശശി നെട്ടിശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കരീം പന്നിത്തടം, VK തമ്പി, ഷാജി ആലിക്കൽ, ഷിബു പൗലോസ്, ബീന ലിബിനി എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് VG അനിൽ, ജനറൽ സെക്രട്ടറി ഇസ്മായിൽ കൊടുങ്ങല്ലൂർ, ട്രഷറർ മോഹിനി ഷാജൻ, വൈസ് പ്രസിഡന്റ് ബിജു ചിറയത്ത്, സംഘടനാ സെക്രട്ടറി ശശി നെട്ടിശ്ശേരി, സെക്രട്ടറിമാരായി മറിയാമ്മ പ്രമോദ്, RS ബിജോയ് എന്നിവരെ തെരഞ്ഞെടുത്തു. തൃശൂരിൽ പാൽവണ്ടിയിൽ കടത്തുകയായിരുന്ന 2.5 കോടി രൂപയുടെ ഹാഷിഷ് ഓയിലുമായി കോട്ടോൾ സ്വദേശിയായ യുവാവ് എക്സൈസിന്റെ പിടിയിലായി. പൂത്തിരി എന്ന പ്രത്യേക കോഡിലാണ് ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തി വന്നിരുന്നത്. കോട്ടോൽ പൊന്നനേംകാട് വീട്ടിൽ ഹബീബിനെയാണ് തൃശൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ പക്കൽ നിന്ന് 2.5 കിലോ ഹാഷിഷ് ഓയിലും 200 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ പൂത്തിരി എന്ന പ്രത്യേക കോഡ് ഉപയോഗിച്ചായിരുന്നു വിൽപ്പന. ആന്ധ്രയിലെ വിശാഖപട്ടണത്ത് നിന്ന് മയക്കുമരുന്ന് നേരിട്ടെത്തിച്ച ശേഷം പ്രത്യേക ഗ്രൂപ്പുകളിലൂടെ പൂത്തിരി ഓണായിട്ടുണ്ട് എന്ന കോഡ് നൽകുന്നതോടെ ആവശ്യക്കാർ ഇയാൾക്ക് ഓർഡർ നൽകി തുടങ്ങും. ഓൺലൈനായി പണം സ്വീകരിച്ച ശേഷം മയക്കുമരുന്ന് വെള്ളം നനയാത്ത രീതിയിൽ പൊതിഞ്ഞ് സുരക്ഷിതമായി ഏതെങ്കിലും സ്ഥലത്ത് വച്ച ശേഷം ഫോട്ടോയും ലൊക്കേഷനും അയച്ചു കൊടുക്കുന്നതായിരുന്നു ചില്ലറ വിൽപ്പനയുടെ രീതി. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ NR രാജു, TJ രഞ്ജിത്ത്, സുധീർ കുമാർ, മറ്റുദ്യോഗസ്ഥരായ PB സിജോമോൻ, നിതിൻ മാധവൻ, റനിൽ രാജൻ തുടങ്ങിയവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ബാലവേദി പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് NV ബിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കൗൺസിലർമാരായ KM അഷ്റഫ്, MK പ്രേംലാൽ എന്നിവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി വത്സൻ പാർനൂർ ചടങ്ങിൽ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. പ്രദീപ് നെല്ലുവായി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. താലൂക്കിലെ 57 വായനശാലകളിൽ നിന്നായി ബാലവേദി പ്രവർത്തകരും ലൈബ്രറിയന്മാരും ഉൾപ്പെടെ 100ഓളം പേർ കൺവെൻഷനിൽ പങ്കെടുത്തു. അംഗങ്ങളുടെ വിവിധങ്ങളായ കലാപരിപാടികളും ചടങ്ങിനെ മാറ്റിയാക്കി. ബാലവേദി കൺവീനർ T രാജഗോപാൽ സ്വാഗതവും താലൂക്ക് കൗൺസിലർ ഡെന്നിസ് മങ്ങാട് നന്ദിയും പറഞ്ഞു. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ആസ്റ്റർ മിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെ അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന പ്രാഥമിക ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് ഏപ്രിൽ 28-ന് ബോധവൽക്കരണവും പരിശീലനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
അപകടങ്ങളോ അത്യാഹിതങ്ങളോ സംഭവിക്കുന്ന ഘട്ടങ്ങളിൽ രോഗിക്ക് ആശുപത്രിയിൽ എത്തുന്നതുവരെ നൽകേണ്ട പ്രാഥമിക സഹായങ്ങളെക്കുറിച്ച് വിദഗ്ധർ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും നൽകും. ഹൃദയാഘാതം ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ സമയബന്ധിതമായി പ്രതികരിക്കാനുള്ള കഴിവ് പൊതുജനങ്ങളും ആർജിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം ഒരുക്കുന്നത്. ഏപ്രിൽ 28 ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ബോധവൽക്കരണത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 85 47 04 20 81 മറ്റൊരു നമ്പർ 98 95 28 64 59 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. കാരുണ്യം ചെയർമാൻ കുഞ്ഞോഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് പുന്നീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ആസ്റ്റർ മിംസിലെ MP മുനീർ ക്ലാസ് നയിക്കും. പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുമെന്നും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികളായ കുഞ്ഞോഹമ്മദ് വീട്ടിപ്പറമ്പിൽ, ഷംസുദ്ദീൻ ആറ്റുപുറം, ഷെരീഫ് പണ്ടോത്തയിൽ, അബൂബക്കർ പാറയിൽ തുടങ്ങിയവർ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തിളക്കമാർന്ന നേട്ടം കൈവരിച്ച് എടക്കഴിയൂർ സ്വദേശിനി മുബീന അഷ്കർ ബാബു മാഞ്ചസ്റ്റർ സാൽഫോർഡ് സർവകലാശാലയിൽ നിന്ന് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc കെമിസ്ട്രിയിൽ 1ാം റാങ്കും BSc കെമിസ്ട്രിയിൽ 2ാം റാങ്കും സ്വന്തമാക്കി മികവ് തെളിയിച്ചിരുന്നു. എടക്കഴിയൂർ CD സാഹിബ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ മുബീന SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ഉം +2 പരീക്ഷയിൽ 96% മാർക്കും സ്വന്തമാക്കിയാണ് വിജയിച്ചത്. എടക്കഴിയൂർ പുതുവീട്ടിൽ കയനയിൽ മൊയ്തുട്ടി മൈമുന ദമ്പതികളുടെ മകളാണ്. അയിരൂർ സ്വദേശി അഷ്കർ ബാബുവാണ് ഭർത്താവ്. മുനീർ, മുജീബ് എന്നിവർ സഹോദരങ്ങളാണ്. കുന്നംകുളത്തിന്റെ കച്ചവട പെരുമ തേടി കേരളവർമ്മയിലെ യുവനിര. സംരംഭക നഗരം സ്വപ്നത്തിന് കരുത്തേകാൻ പഠന റിപ്പോർട്ട്. തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റ് പരിഹാസങ്ങളിൽ നിന്നും അതിജീവനത്തിന്റെ കരുത്തുറ്റ പാഠങ്ങൾ ലോകത്തിന് കാണിച്ചുകൊടുത്ത മണ്ണാണ് കുന്നംകുളം. ഈ നഗരത്തിന്റെ സംരംഭക പാരമ്പര്യത്തെയും ചരിത്രത്തെയും അക്കാദമിക് തലത്തിൽ വിശകലനം ചെയ്യാനെത്തിയിരിക്കുകയാണ് തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം വിദ്യാർത്ഥികൾ. കുന്നംകുളം നഗരസഭയുടെ പുതിയ ബഡ്ജറ്റിലെ സംരംഭക നഗരം എന്ന സ്വപ്ന പദ്ധതിക്ക് ദിശാബോധം നൽകുകയാണ് ഈ പഠനത്തിന്റെ ലക്ഷ്യം. കഴിഞ്ഞ ഒരാഴ്ചയായി കുന്നംകുളത്തിന്റെ മുക്കിലും മൂലയിലും ഈ വിദ്യാർത്ഥി സംഘം സജീവമാണ്. നഗരസഭയുടെ വികസന കാഴ്ചപ്പാടുകളെ ജനകീയമായ സർവേയിലൂടെ വിലയിരുത്തുകയാണ് സംഘം. ജനപ്രതിനിധികളോടൊപ്പം കടകളിലും വീടുകളിലും സന്ദർശനം നടത്തി വിവരങ്ങൾ ശേഖരിക്കുന്നു. ഒരു കാലത്ത് കുന്നംകുളത്തിന്റെ അടയാളമായിരുന്ന വട്ടക്കണ്ണി വ്യവസായം, ബുക്ക് ബൈൻഡിംഗ്, പ്രിന്റിംഗ്, ക്രിസ്മസ് നക്ഷത്ര നിർമ്മാണം എന്നിവയ്ക്ക് സംഭവിച്ച മാറ്റങ്ങൾ സംഘം പഠിക്കുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ, സർക്കാർ നഗരസഭാ തലത്തിൽ നടപ്പിലാക്കേണ്ട മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യാപാരികളിൽ നിന്നും സംരംഭകരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടുന്നു. കൈകോർക്കുമ്പോൾ വെറുമൊരു കച്ചവട പഠനത്തിനപ്പുറം കുന്നംകുളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും ഈ പഠന സംഘം ചേർത്ത് പിടിക്കുന്നുണ്ട്. കുന്നംകുളത്തിന്റെ സംരംഭക മനസ്സിന് പിന്നിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. മുസാവരി ബംഗ്ലാവും പുരാതനമായ ക്രൈസ്തവ പള്ളികളും മുനിമടകളും കലാമണ്ഡലവുമായുള്ള ബന്ധവുമെല്ലാം ഈ നാടിന്റെ സ്വത്വമാണ്. ഈ പാരമ്പര്യത്തെ കൂടി ഉൾക്കൊള്ളുന്നതാകും ഞങ്ങളുടെ റിപ്പോർട്ടെന്ന് പഠനസംഘത്തിലെ വിദ്യാർത്ഥി അഭിപ്രായപ്പെട്ടു. കൂടാതെ ഞങ്ങൾ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, സെക്രട്ടറി ഇങ്ങനെ കുറേ സെക്ടേഴ്സിൽ നിന്നുള്ള ആൾക്കാരെയും കൂടി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്നും നമ്മൾക്ക് പല പാർട്ടികളുടെ ട്രേഡ് യൂണിയൻ, സംയുക്ത ചുമട്ട് തൊഴിലാളി അങ്ങനെയുള്ള എല്ലാവരെയും ഇൻ്റർവ്യൂ ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങൾ നേരത്തെ മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുകയും ഞങ്ങളുടെ ഡോക്യുമെൻറ്റിൽ അത് ലിസ്റ്റുമുണ്ട്. ഞങ്ങളുടെ ഒരു ഇൻറ്റേൺഷിപ്പ് ഈ ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു നല്ല രീതിയിൽ തന്നെ സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കുന്നത് വിശ്വസിക്കുന്നു. ഈ മാസം 28 വരെ പഠനസംഘം കുന്നംകുളത്തുണ്ടാകും. ഫീൽഡ് സർവേയിലൂടെയും അഭിമുഖങ്ങളിലൂടെയും ലഭിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കുന്ന വിശദമായ റിപ്പോർട്ട് നഗരസഭയ്ക്ക് കൈമാറും. നഗരസഭയുടെ വരുംകാല പദ്ധതികൾക്ക് ഈ റിപ്പോർട്ട് ഒരു നിർണായക വഴികാട്ടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കലാലയമുറ്റത്തുനിന്നും കച്ചവടത്തിന്റെ കളിമണ്ണിലേക്ക് ഇറങ്ങിച്ചെന്ന ഈ വിദ്യാർത്ഥികൾ കുന്നംകുളത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായമാണ് രചിക്കുന്നത്. ചങ്ങരംകുളം കൂക്കൂരിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എരാളത്ത് വളപ്പിൽ അൻസാർ മകൻ സിനാസിനെയാണ് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 25 വയസ്സായിരുന്നു. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശനിയാഴ്ച കാലത്ത് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഹസീന മാതാവാണ്. പെരിയമ്പലം കാട്ടുപുറം ശ്രീ സുബ്രഹ്മണ്യ ശാസ്താ ക്ഷേത്രത്തിലെ നവീകരണ കലശം ഏപ്രിൽ 26 മുതൽ മെയ് 1 വരെയുള്ള തീയതികളിൽ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നൂർക്കുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 26 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് നടത്തുന്ന സാംസ്കാരിക സമ്മേളനം ശബരിമല മാളികപ്പുറം മുൻമേൽശാന്തി ഡോക്ടർ മനോജ് എമ്പ്രാന്തിരി ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രൻ തട്ടകത്ത് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആത്മീയ പ്രഭാഷകൻ PM വ്യാസൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഗുരുവായൂർ മഞ്ചരീസ് ചെയർപേഴ്സൺ അമ്പിളി സോമൻ സ്കന്ദപുരാണ പാരായണവും ഫോട്ടോ അനാച്ഛാദനവും നിർവഹിക്കും. പ്രദേശത്തെ കുടുംബക്ഷേത്രങ്ങളിലെ പ്രതിനിധികളും അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ജില്ലാ പ്രസിഡന്റ് കണ്ണൻ പന്താവൂർ, സെക്രട്ടറി പ്രകാശൻ തവനൂർ തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും. ദീപാരാധനയ്ക്കു ശേഷം പ്രതിഷ്ഠാ ചടങ്ങുകൾ, ആചാര്യവരണം തുടങ്ങിയവയും ഉണ്ടാകും. 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിൽ ലളിത സഹസ്രനാമ സമൂഹാർച്ചനയും പ്രാദേശിക സംഘടനകളുടെ നൃത്തസന്ധ്യയും അന്നദാനവും ഉണ്ടായിരിക്കും. 27 വൈകിട്ട് 3 മണിക്ക് ശ്രീപുരം താന്ത്രിക ഗവേഷണ കേന്ദ്രം ഇരിങ്ങാലക്കുട ചെയർമാൻ L. ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക പ്രഭാഷണമുണ്ടാകും. മെയ് 1 മേടമാസം 18 ചോതിനക്ഷത്രം വെള്ളിയാഴ്ച രാവിലെ 10:11 മുതൽ 11:16 വരെയുള്ള മുഹൂർത്തത്തിൽ മിഥുനം രാശിയിൽ പ്രതിഷ്ഠ നടത്തും. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തി താമരത്ത് ശിവദാസനും നേതൃത്വം നൽകും. ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രൻ തട്ടകത്ത്, സെക്രട്ടറി സന്തോഷ് ആലിപുരയ്ക്കൽ, ട്രഷറർ സുമേഷ് കൊട്ടാംവളപ്പിൽ, ജോയിന്റ് സെക്രട്ടറി മണികണ്ഠൻ അറയ്ക്കൽ, എക്സിക്യൂട്ടീവ് അംഗം സുശീലൻ പാറമ്പുരയ്ക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. SDPI കൗക്കാനപ്പെട്ടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ വേനൽച്ചൂടിൽ ആശ്വാസം പകർന്നുകൊണ്ട് കിഴക്കേൽ പള്ളി മദ്രസ വിദ്യാർത്ഥികൾക്ക് തണ്ണിമത്തൻ ജ്യൂസ് വിതരണം ചെയ്തു. പാർട്ടി വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ബഷീർ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് അനസ് പറയങ്ങാട്, റസാഖ് മൗലവി, ഹംസ, മോനുപ്പ, റിയാസ്, ഷമീർ, സുബേർ എന്നിവരും മറ്റു പ്രവർത്തകരും വിതരണത്തിന് നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,120 രൂപ, സ്വർണം പവന് 1,12,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചർമ്മം. പെരുമ്പിലാവ് കോടതിപ്പടി തേരിൽ മകൾ നന്ദന നിര്യാതയായി. 21 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. കീർത്തന, അർച്ചന എന്നിവർ സഹോദരങ്ങളാണ്. അക്കിക്കാവ് കമ്പിപ്പാലം വടക്കൻ ജോസഫ് മകൻ ചിന്നൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം മാർത്താന്റെ സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്നു. ഡിക്സൺ, നിനിത, നിക്കോൾസ് എന്നിവർ മക്കളാണ്. കടപ്പുറം തൊട്ടാപ്പ് ബദർപള്ളി ബസ് സ്റ്റോപ്പിന് കിഴക്ക് വശം മൻസാർ പള്ളിക്കടുത്ത് താമസിക്കുന്ന പരേതനായ ചക്കി രാമു ഭാര്യ ശാന്ത നിര്യാതയായി. 75 വയസ്സായിരുന്നു. സുകുമാരൻ, സദു, സതീഷ്, ഹേമലത, സജീല, സുമ, സിന്ധു എന്നിവർ മക്കളാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് 6 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. കോട്ടയം ചിങ്ങവനത്ത് താമസിക്കുന്ന ആർത്താറ്റ് ചെറുവത്തൂർ പരേതനായ ചെറിയാൻ മകൻ സി സുബിൻ നിര്യാതനായി. 43 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കഞ്ഞിക്കുഴി പരുത്തുംപാറ സെമിത്തേരിയിൽ നടക്കും. ലിബിയാണ് ഭാര്യ. എയ്ഡൻ, ചെറിയാൻ എന്നിവർ മക്കളും. ലിസിയമ്മ മാതാവുമാണ്. കുന്നംകുളം മണക്കുളം റോഡ് ചെറുപനക്കൽ പരേതനായ കുര്യൻ മകൾ മറിയാമ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 ആർത്താറ്റ് സെന്റ് തോമസ് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് പരേതനായ CV ജാക്സന്റെ പിതൃ സഹോദരിയാണ് മറിയാമ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് പൂര വിളംബരം. നെയ്തലക്കാവമ്മയുടെ തിടംപേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നതോടുകൂടിയാണ് പൂരങ്ങളുടെ പൂരത്തിന് തുടക്കമായത്. മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടരഹിതമായിട്ടാണ് ഇത്തവണത്തെ തൃശൂർ പൂരാഘോഷം. മുതുട്ടാപ്പിൽ വെള്ളം ശേഖരിക്കാൻ പോയ സ്ത്രീക്ക് പാമ്പ് കടിയേറ്റു. ചാവക്കാട് കടപ്പുറം മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപം പൊളാട്ട് ശിവരാജൻ ഭാര്യ ബിന്ദുവിനാണ് പാമ്പിന്റെ കടിയേറ്റത്. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ 4 വയസ്സുകാരനെ പാമ്പ് കടിയേറ്റു. 2 പേരും കുന്നംകുളത്തെ മലങ്കര ആശുപത്രിയിൽ ചികിത്സയിൽ. ജനവാസ മേഖലയിൽ പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിൽ ആശങ്ക. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശിക്കും കപ്പൂർ സ്വദേശിക്കും സൂര്യതാപമേറ്റു.
കൊടും ചൂടിൽ ജാഗ്രത വേണമെന്ന് വിദഗ്ധർ. അതേസമയം കടുത്ത ചൂടിനെ തുടർന്നുള്ള മുഖ്യമന്ത്രിയുടെ സെൽഫ് ലോക്ക്ഡൌൺ നിർദ്ദേശത്തിന് പുല്ലുവില. പലയിടത്തും ശക്തമായ വെയിലുള്ളപ്പോഴും തൊഴിലാളികൾ നിർബന്ധിത സേവനങ്ങളിൽ നിന്ന് മുക്തരാകാത്ത സ്ഥിതി. പാവറട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ശതോത്തര സുവർണ ജൂബിലി തിരുനാൾ ആഘോഷത്തിന് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ തുടക്കം. തിരുനാളിന് തുടക്കം കുറിച്ച് തീർത്ഥകേന്ദ്രത്തിൽ ലക്ഷക്കണക്കിന് LED പിക്സൽ ലൈറ്റുകളാൽ വർണ്ണക്കാഴ്ചയൊരുക്കി. ഗുരുവായൂരിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന നിലയിൽ ഒരു വിഭാഗം ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണത്തിനെതിരെ പ്രതിഷേധം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. തൃശൂരിൽ പാൽവണ്ടിയിൽ കടത്തുകയായിരുന്ന 2.5 കോടി രൂപയുടെ ഹാഷിഷ് ഓയിലുമായി കോട്ടൂൽ സ്വദേശിയായ യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കോട്ടൂൽ പൊന്നേനംകോട് വീട്ടിൽ ഹബീബ് എന്ന ആൾ. പൂത്തിരി എന്ന പ്രത്യേക കോഡിലാണ് ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തി വന്നിരുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.